ആ പാലത്തിന്റെ അവിടെ ഉള്ളവരെ മാറ്റി നിർത്താൻ പറ. ഷോട്ടെടുക്കാൻ സമയമായി. ഒന്ന് പറയടോ, മാറ്റി നിർത്താൻ പറ. മോന്റെ പേരെന്താ? കൃഷ്ണൻ നായർ. ഈ കൊച്ചിന്റെയോ? അതെ, ജയന്റെ ശരിക്കുള്ള പേരാ കൃഷ്ണൻ നായർ. ഞങ്ങൾ ഇവന് വീട്ടിൽ കിച്ചു എന്നാ വിളിക്കുന്നത്. ഇവന് സൈക്കിൾ ചവിട്ടാൻ അറിയാവോ? ഇല്ലേ? അവനില്ലെന്നാണല്ലോ പറഞ്ഞത്. അതവൻ വെള്ളത്തിൽ ചവിട്ടൂല, കരയെ ചവിട്ടും. ഇവിടെ നേരെ നോക്കി ചവിട്ടണം. എനിക്ക് സൈക്കിളോട്ട് പഠിക്കണ്ട. സൈക്കിളോട്ട് പഠിച്ചാലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട അച്ചായി. നേരെ നോക്കി ഓടിക്കടാ. എനിക്ക് പേടിയാ. നേരെ 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 നോക്കി ചവിട്ട്. മോനെ കിച്ചു, മോനെ അയ്യോ ചോര. പറഞ്ഞില്ലേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ടത്. അയ്യോ നെറ്റി പൊട്ടി ചോര വന്നല്ലോ മോനെ. ടീച്ചറെ, കൃഷ്ണന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കൃഷ്ണനോട് ഓഫീസിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ സ്റ്റാൻഡപ്പ്. ഇതിൽ ഏത് കൃഷ്ണനാ? കറുത്ത കൃഷ്ണൻ. ഇങ്ങനെയാണ് ഒരു കുട്ടിയെ പറ്റി പറയുന്നത്? പേര് പറയുമ്പോ ഇഞ്ചിൽ എടുത്ത് പറഞ്ഞ പോരെ? എന്റെ പൊന്നു ടീച്ചറെ, കൊച്ചിന്റെ അച്ഛൻ തന്നെയാ കറുത്ത കൃഷ്ണൻ എന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഞാനല്ല. വെറുതെ ഉച്ചയ്ക്ക് ഗ്യാസ് കയറിക്കുന്ന സമയത്ത് എന്റെ പുറത്തേക്കാരൻ നിൽക്കുക. ലോകം മുഴുവൻ എന്നെ കളിയാക്കിയപ്പോഴും എൻ്റെ അച്ഛനെന്നെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതോടെ അച്ഛനും എൻ്റെ മനസ്സിൽ നിന്നും മെല്ലെ അകലാൻ തുടങ്ങി. ഹലോ, ഞാൻ ദാസപ്പൻ. രാജാവാ, ബാ കളിക്കാം. എനിക്ക് ഈ രാജകുമാരി മതി. ഈ രാജകുമാരി മാറ് മാറ് മാറ്, ഞാൻ തീരുമാനിച്ചോളാം. ആ മാലിങ്ങനെ ഈ രാജകുമാരനെ ഈ രാജകുമാരി. അയ്യേ, എനിക്കൊന്നും വേണ്ടി കാട്ടുമാക്കാൻ. അല്ലേ ഈ രാജകുമാരി ഇത് മതി. എനിക്ക് വേണ്ടതിനാ. വേണ്ട വേണ്ട, ഈ രാജകുമാരൻ മതി. എനിക്ക് വേണ്ട ഈ രാജകുമാരൻ. എനിക്ക് വേണ്ട. ഈ മാല എറിയുന്നു. എനിക്ക് വേറെ വെളുത്ത രാജകുമാരൻ. ഒരാണിൻ്റെ കുറവ് ഒരു പെണ്ണ് പറഞ്ഞു കഴിയുമ്പോഴാണ് അതൊരു വലിയ കുറവാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. ഗോപി, എന്താ സാറേ? എടോ, ഞാൻ നായകന്റെ ചെറുപ്പത്തിൽ പറ്റിയ കുട്ടിയല്ലേ പറഞ്ഞേ? ഇതൊരുമാതിരി മുഖത്തൊക്കെ വെട്ടും കുത്തുമൊക്കെ ആയിട്ട്. അത് മേക്കപ്പ് ചെയ്ത് മാറ്റാൻ പറ്റില്ല സാർ. എടോ, ഒരു ഭംഗിയുള്ള കുട്ടിയാ വേണ്ടത്. ശരി സാർ. ഇവരെയൊക്കെ പറഞ്ഞു വിടറോ? സാർ, ഞങ്ങൾ പൊയ്ക്കോളാം. എന്താടാ അവന് സിനിമയിലെടുത്താ? എവിടെ, അതൊന്നും നടപടിയാവണ കേസല്ലടാ. ഞാൻ ആ കളിയൊക്കെ വിട്ടു. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടാന്നല്ലാതെ അവനെ കൊണ്ട് അതൊന്നും പറ്റൂന്ന് എനിക്ക് തോന്നണില്ലടാ. കറക്റ്റ്. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നല്ല. അവൻ കൊച്ചല്ലേ. ഒരു കൊച്ചു തുമ്പിയെ കൊണ്ട് സിമന്റ് ചാക്ക് ചുമപ്പിക്കാമോ? അത് ചുമക്കില്ല, ചുമക്കത്തേ ഉള്ളൂ. നീയാണ് 4 ലക്ഷം പഠിപ്പിക്കാൻ നോക്ക്. അപ്പൊ ഇന്ന് ഈ കളിയാക്കണ നാട്ടുകാരൊക്കെ ഒരു ദിവസം അവന് വേണ്ടി കൈയടിക്കും. നീയൊക്കെ സ്കൂളിൽ വരുന്ന ലേബൽ കളിക്കാനാണോ? നീട്ട നിന്നോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ലേബൽ കൊണ്ടുവന്ന് അറിഞ്ഞാ അടിച്ച് ഞാൻ തുട പൊട്ടിക്കും. പോയിടാ. സാറ് എന്നെ പിടിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാ. എന്റെ മാത്രമൊന്നുമല്ല, ദാസപ്പന്നയിലൊക്കെ നിറച്ച് ലേബലാ. ദാസപ്പ, എവിടാ ലേബല്? ആ കണ്ണടയാ കുമേഷ് പിപ്പിടെ സാറേ. നാളത്തെ പരീക്ഷയ്ക്ക് നീയൊക്കെ എന്നതാ കാണിക്കുന്ന എനിക്കൊന്ന് അറിയണം. പരീക്ഷയ്ക്ക് കാണിക്കണ എഴുതിയാ പോരെ. സഹോ വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ല. സഹോ
ക്ലാസ്സിൽ കയറാതെ മതിലിയാടിയും മാത്തയിലിറങ്ങും സകല ഉഴപ്പുകൾക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്നിടത്തിന് എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എടാ 2 പേരുണ്ടാ? എന്താ അവിടെ? എടാ 2 പേരുണ്ടാ? വിജി 2 പേരുണ്ടാ? നിന്നെടുത്തുണ്ടോ? എടാ 2 പേരുണ്ടാ? അയ്യോ എടി 2 പേരുണ്ടാ? എടാ 2 പേരുണ്ടാ? 2 പേരുണ്ടാ? 2 പേരുണ്ടാ? നിന്റെ ഉണ്ടാടി ബോക്സ് ആട്ടെ. കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോണേ. സാർ പേപ്പർ. സാറേ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ഇരിയടാ. ഈ ക്ലാസ്സിൽ തീ പിടിച്ചാൽ മതിയായിരുന്നു. സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളായത്. നീ ഒറ്റ ഒരുത്തന അതിന് ഭീഷണി. ഇതെന്തത് കണ്ട? കണക്ക് പരീക്ഷക്ക് വൃക്കയുടെ പടം. കൊള്ളാം. നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം. പഠിത്തത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കടാ. സൈലൻസ്. മനുഷ്യനെ കോപ്പി അടിക്കാൻ സമ്മതിക്കൂലേ? താനൊക്കെ എന്തിനാടോ സ്കൂളിൽ വരുന്നത്? കഞ്ഞിയും പയറും ഉണ്ടെന്ന് കരുതി സഞ്ചി തൂക്കി ഇറങ്ങിക്കോളും. ഒരു വാഹം പഠിക്കത്തില്ല. പോയിരിക്കെ ബിബിൻ ജോസ്. 53. എടാ ക്ലാസ്സിൽ മൊത്തം ഉഴപ്പിടന്നിട്ടും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് പഠിക്കണം മറ്റേ കൂട്ടുകാരനോട്. അവൻ ക്രിസ്മസ് പരീക്ഷയ്ക്കല്ല, കൊല്ലപ്പരീക്ഷയ്ക്ക് മേടിക്കുള്ളൂടാ. എന്നതാടാ അവിടെ? ഗെറ്റ് ഔട്ട്. ശ്യാമേ ഓപ്പോസിറ്റ് വെച്ചോ. ഓക്കെ സാർ. ചായ പിടിച്ചിട്ടോ കേട്ടോ. നമുക്ക് ആ കാറ് വരുന്നതിന്റെ താനാള് കൊള്ളാലോ. നല്ല ടൈമിംഗ് കേട്ടോ, അസലായിട്ടുണ്ട്. കറക്റ്റ് കള്ളൻ അല്ലേ? ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ചേട്ടായി ഇതിലെ വിഷം കള്ളം വിഷമായിരുന്നു. ഇത് എത്ര വർഷമായി ഇത് തന്നെ. ഈ പിടിച്ചോടെയും പോക്കരുടെയും മോഷണം അല്ലാണ്ട് വേറെ ഒരു നല്ല വിഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? എടാ ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. എന്തിന് പേര് പോലും മാറ്റില്ല. നീ കേട്ടിട്ടില്ലേ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, വേലക്കാരി ജാനു, നാട് വിട്ടുപോയി തിരിച്ചു വരുന്നവന്റെ പേര് ഉണ്ണി. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. പക്ഷെ എന്നെ കള്ളമേഷത്തിന് വിളിക്കാൻ എന്റെ കോലം കൊണ്ടാന്ന് ചേട്ടൻ പറയരുത്. രജനീകാന്ത്, ധനുഷും ശ്രീനിവാസനൊക്കെ ഈ കോല. പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാലോ. ഓ ഊഞ്ഞാലാട്ടിയതല്ലേ? എടാ നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. നിന്റെ കാര്യം ഞാൻ അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാവും, നീ ധൈര്യട്ടോ. ഇനിയിപ്പോ പഗ്ഗിനൊരു സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ പോയി. ചേട്ടായി അരവിന്ദ് സാറിന്റെ പടത്തില്
നായകനായിട്ടായിരിക്കൂലേ മേക്കപ്പ് ഒക്കെ ഇട്ട്? അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. ഏത് ചേട്ടൻ ചൂടാവണമെന്നല്ല എനിക്കറിയാം, ടോണല്ലേ ഇത്. ഞാൻ ശരിക്കും ചൂടായതാണ്. നായകനാണ് നടക്കണം, എന്നൊന്നും പറയിപ്പിക്കണ്ട. എന്റെ പഴയ നെക്സ്റ്റ് സോളം എടുപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേർ പേഴ്സണാ. എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായിക്ക് മനസ്സിലാവുന്നില്ലേ? ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മിണ്ടാമേലാത്താളെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയേ? കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്രാണിനെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പെന്താ പറഞ്ഞേ? അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു പുഴുങ്ങിയെടുത്തിയാളെ വേറെ ആര് കെട്ടാനാന്ന്? ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യം അമ്മ പറഞ്ഞേ. അവര് വന്നിട്ട് പോട്ടച്ചായി. നിനക്കറിയില്ല നിന്റെ മാമന്? കട്ടപ്പന ചന്തപിജിയൊന്ന് നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മാമൻ. അഥവാ എന്റെ നാറി അള്ളിയൻ. എന്താ പറഞ്ഞത്? ഇപ്പെന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും. അച്ഛനെ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് നോക്കോളാൻ. എന്താടി പറഞ്ഞത്? അടുത്തതിന്റെ കാണാക്കൊറ്റി നോക്കട്ടെ. അളിയ വന്നോട്ടെ, നിന്റെ ആളെ വന്നോട്ടെ, അവളുടെ അമ്മാവനും വന്നോട്ടെ. സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. അറിയപ്പെടുന്ന നായക നടനാവണം. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടും. ഒരു 8 വ്യത്യാസമുള്ളൂ. പല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തി വരച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. എൻ്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A for acting, C for concentration, T for timing, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, പരിചയം പോലും പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. ദാസപ്പാ, ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ.
ഞാൻ പുറകിന്ന് വിളിക്കാൻ ഞാൻ ബെസ്റ്റ്. എന്റെ കനി നീയല്ലോ കണി. ഇതിലും വേണം നീ പുറയെന്ന് വിളിക്കണമായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോവാ? അടിമാലിക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കണ്ട്. ഈ ബുള്ളറ്റിലാണ് അടിമാലിക്ക് പോകുന്നത്? ബുള്ളറ്റ് ഞാൻ ദാസപ്പന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ ബെൻസിന് പോകോളാം. എന്നാ പിന്നെ ഞാൻ ആ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകാൻ മേലായിരുന്നോ? അതിട്ട് പോയി ഉറപ്പായിട്ട് ചാൻസ് കിട്ടും. ഏത്? ആ ഓലമടലിന്റെ പടം തുന്നി പിടിപ്പിച്ച ഷർട്ടാ. ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കനി, നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോന്തം വെച്ചങ്ങ് ചെല്ലേ, ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ. എടി പല്ലിൽ കമ്പ്യൂട്ടർ കുറെ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ. അതിന് എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇയാള് കുറെ നാളായല്ലോ ഇപ്പൊ നായകനാകുന്നു പറയുന്നു. എന്നിട്ട് എന്തിയേ? അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടുകാരുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ. മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു. നീ പോടി തീപ്പെട്ടി കൊള്ളി. ചേട്ടാ ഓക്കെ ആണല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പമില്ലെന്ന്. ആ അടുത്ത ആള് കയറ്. കട്ടിങ് ആണോ ഷേവിംഗ് ആണോ? കട്ടിങ്. ഒന്നുകൂടി നോക്കിയടാ, ശരിക്കും നോക്കിയേ. സുധീറേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ, വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ ഒരു സംഭവം. ചേട്ടത് മൂക്കിലൊരു രോമതുണ്ടല്ലോ. ഇവ മെനക്കേടാക്കും. എവിടെ മൂക്കിൽ അവന്റെ. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാലം. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത് ഒരു രക്തചന്ദന ഫേഷ്യൽ ചെയ്തതാ. ആള് സുന്ദരനായി. ചേട്ടാ ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? ഇവനൊക്കെ ഏത് മറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാനെ. അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കണ. ഇവനൊക്കെ ആരെവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നു. കാണിച്ചു കൊടുക്കാം. ഡയറക്ടർ ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് കളി ജെയിംസ് ബോണ്ടൊന്നും ഇങ്ങനെ വളക്കാനായിട്ട്. ഈ പുള്ളി എന്താ കട്ടപ്പനയില്? ചിലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെ ഒക്കെ പടത്തിന് ഒരു ചാൻസ് കിട്ടിയാണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു. എന്നാ ചെന്ന് ചോദിക്കടാ. ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലി ഒക്കെ ഉള്ളപ്പോഴല്ലേ ചോദിക്കണത്. ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്കും തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. അത് ചിലപ്പോ ഇഷ്ടാവില്ല, വേണ്ട. എന്റെ സഹോദരൻ നിമിത്തൊരിക്കും ചിലപ്പോ നമ്മളിവിടെ വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ചാൽ കിട്ടും. ഞാനല്ലേ പറയണത്. ഞാൻ പറഞ്ഞു തന്നവരെ തെറ്റിയിട്ടുണ്ടാ. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. ചെല്ലടാ. സർ ഓക്കെ സർ. ജെസി, I need divorce. ജെസി, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് ഐ നീഡ് ഡിവോഴ്സ്. ഫോർ ഗോഡ്സ് സേക്ക്, ഷീ ഈസ് മൈ ഫ്രണ്ട്. ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ജെസി, ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പിൽ നിങ്ങളൊരു നാടകം കളിക്കണ്ട. ഐ നോ എവരിത്തിങ്. സാർ ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. വാട്ട്? പോക്കിരി രാജ, പൊന്നരയും പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം തന്നെ പോയിരിക്കും ഞാൻ. നീ ആരാടാ കോപ്പേ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ. വീടും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യര്. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനിൽ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തിൽ പ്രശ്നം. ഒരാൾ ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. എടാ, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? Get out! ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്താ കേറണില്ലേ? ഇപ്പൊ വരാം. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റേ.
തമാശരിക്കുള്ളൂ. ഏയ് അതിനുള്ള വിവരമൊന്നുമില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലിൽ കുഴുന്നകുത്തിയന്റെ പേരില് പഞ്ചായത്തിൽ വികലാംഗ പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുള്ള നീ. നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല, കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല, കാരണം ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവര് അവനിക്കാറുകൂടാ. എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തിൽ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുത്. എന്ത് കഴിക്കാനായാലും എന്തേടി മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ വിളിക്കണത്? അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ ഉണ്ടാക്കി നോക്കി. കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെയാ ക്യാൻഡി ക്രഷ് കളിക്കാൻ വിളിക്കണേ. ഓടാ. ഇയാളെ മമ്മൂട്ടിയുടെ കൂടെ ഏതെങ്കിലും പടത്തിലുണ്ടായിരുന്നോ? ഓ, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. ആരാണ് ഇപ്പൊ ഈ നട്ടപ്പാരൊക്കെ? ഓ, ആരാച്ചായി? ആരാണ് ആർക്കറിയാം? താൻ പറഞ്ഞത് ശരിയാ, ആ മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ തന്നെ ആയിരുന്നു. ഇതാ ബെറ്റ് വെച്ച 100 രൂപ. മാടമ്പിള്ളിയിലെ ആ ചിത്രരോഗി ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില. ഹലോ ഹലോ ഹലോ. എടാ സോറി ഏട്ടാ. എന്ത്? എടാ സോറിയുടെ ക്ഷമിക്ക്. എന്നാടാ ഈ പാതിരാത്രിക്ക്? എടാ നീ കുറച്ച് നാൾ ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയല്ലേ? എനിക്ക് ഇംഗ്ലീഷ് മെസ്സേജിന്റെ അർത്ഥം എന്ന് പറഞ്ഞോടാ. അതെ, ഗോ ടു ഹെൽ യു ബാസ്റ്റാർഡ് ഡോണ്ട് എവർ മസാജ് മീ അഗൈൻ. ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ് എന്ന് വെച്ചാ എന്താടാ? വല്ല നരത്തിലോട്ടും പോടാ തന്തയില്ലാത്തവനെ. എടാ നിനക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിട്ടാ. പാതിരാത്രിക്ക് എന്റെ തന്ത കുളിച്ചോണ്ടല്ലോ. എടാ ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞാ നീ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്ന്. ആഹാ, അതാണ് അതിന്റെ അർത്ഥം. ആ, നിനക്കിത് ആരാ അയച്ചതാ? ഹലോ, കട്ട് ചെയ്താത്തേണ്ടി. നമ്മളെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും ഒരു പെൺകുച്ചില്ലല്ലോ ദൈവമേ. Well waited for Iniesta, wants the return. എന്താ പല്ലടിക്കണത്? കളി കളിക്കുന്ന 15 മിനിറ്റ് അല്ല, 77 ഗോൾ അടിച്ചില്ലേ ഞാൻ. എടാ ഇന്ന് ഫുട്ബോളിന് സെഞ്ചുറി അടിക്കും. പോടാ 78 ഗോൾ അടിച്ചിട്ട് സോറി, ഞാൻ പാസ് നട കേട്ടത്.
നല്ല ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ.